ഹായ് മക്കളെ, കിഡ് മാക്സിലേക്ക് സ്വാഗതം. സുഖാണോ നിങ്ങൾക്ക്? നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ 5ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ ചാപ്റ്ററിന്റെ പേര്? സർക്കിൾസ് അല്ലേ? അപ്പം നിങ്ങൾക്ക് നമ്മളെപ്പോഴും പറഞ്ഞല്ലേ, നമ്മളെപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള അറിവിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് എന്തൊക്കെ അറിയാം സർക്കിളിനെ പറ്റി? സർക്കിൾ എന്ന് വെച്ചാൽ എന്താ? വൃത്തം. എന്താണ് ഒരു സർക്കിൾ എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാം? അത് പിന്നെ മിസ്സേ കോമ്പസ് വെച്ച് വരയ്ക്കണേ. കോമ്പസ് വെച്ച് വരയ്ക്കുന്നതാണ്, സമ്മതിച്ചു. സർക്കിൾ വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ്. ഓക്കെ, കോമ്പസ് വെച്ച് സർക്കിൾ വരയ്ക്കാം. പക്ഷെ എന്താ സർക്കിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റുകളുടെയും കൂടി കളക്ഷൻ ആണ് എന്ത്? സർക്കിൾ. ഒരു ഫിക്സഡ് പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യാം. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് തുല്യ ദൂരത്തിൽ വരുന്ന എല്ലാ പോയിന്റുകളും, അപ്പൊ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു 10 സെന്റിമീറ്റർ ആണ് കണക്കാക്കുന്നതെങ്കിൽ ഈ 10 സെന്റിമീറ്ററിൽ ഡിസ്റ്റൻസിൽ വരുന്ന എല്ലാ പോയിന്റുകളുടെയും കൂടി കളക്ഷൻ. അതിങ്ങനെ വരച്ചാൽ തെറ്റും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തുപയോഗിച്ച് വരയ്ക്കുന്നു? കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുന്നു അല്ലേ? നമ്മൾ ഈ ഫിക്സഡ് പോയിന്റിനെ ഞാനിപ്പോൾ റബ്ബർ ഇതിൻ്റെ അറ്റത്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ സ്ക്രാച്ച് വീഴാതിരിക്കുക കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫിക്സഡ് പോയിന്റ് നമ്മൾ ഇവിടെ സെന്റർ ഇവിടെ ഫിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസ്, ഇപ്പൊ 10 സെന്റിമീറ്റർ ആണെങ്കിൽ 10 സെന്റിമീറ്റർ എടുത്തിട്ട് ആ പോയിന്റ് വെച്ച് ഇങ്ങനെ വരയ്ക്കും അല്ലേ? ഇങ്ങനെ വരയ്ക്കുന്നതാണ് എന്ത്? നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോ സർക്കിളിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്, അതാണ് സർക്കിൾ. അപ്പൊ ഈ ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ നടുക്കൊരു ഫിക്സഡ് പോയിന്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് പേരാണ് എന്ത്? സെന്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ സെന്റർ എന്ന് വിളിക്കും. ഇനി ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്താ വിളിക്കാതെ? ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈക്വൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണ്? റേഡിയസ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി നമുക്ക് എന്താ അറിയാം സർക്കിളിനെ പറ്റി? സർക്കിളിന്റെ കോഡ് എന്താണെന്നറിയാം അല്ലേ? എന്താ ഈ കോഡ്? സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഡ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഈ സർക്കിളിന്റെ ഏത് 2 പോയിന്റ്സ് വേണമെങ്കിലും എടുക്കാം. ഈ പോയിന്റ് എടുത്തു, ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ അതെന്തായി? കോഡായി. ഒരു സർക്കിളിന് ഒരു കോഡാണോ ഉള്ളത്? അല്ല. 10 കോഡാണോ? അല്ല. എത്ര കോഡുണ്ട് ഒരു സർക്കിളിന്? ഇൻഫിനിറ്റി കോഡ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ സർക്കിളിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ് എന്ന് വിളിക്കുന്നത് ആരാണ്? സെന്ററിൽ കൂടി കടന്നു പോകുന്നല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. അതിന്റെ പകുതി കഷ്ണത്തിനെ നമ്മൾ എന്ത് വിളിക്കും? റേഡിയസ്. ഫുൾ ലെങ്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഡയമീറ്റർ അല്ലേ? ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പൊ ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ലോങ്ങസ്റ്റ് കോഡാണ്. ദ ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്. അപ്പൊ കോഡ് എന്താന്ന് നമുക്കറിയാം. ഈ കോഡ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. എന്തെന്നാ മിസ് ഈ കോഡ് വെച്ച് ഇത്ര പഠിക്കാനുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? ഈ കോഡ് നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ. 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു എന്നാണെങ്കിലും ആള് വമ്പനാണ്. ഇഷ്ടം പോലെ പ്രോപ്പർട്ടീസ് ഉണ്ട് ആൾക്ക്. പല സഹായങ്ങളും ഉണ്ട് പുള്ളിയെ കൊണ്ട്. എന്താണ് നമുക്ക് പുള്ളിയെ കൊണ്ടുള്ള ഒന്നാമത്തെ സഹായം എന്ന് നോക്കാം. ഈ കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഇതുകൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം? നമുക്കറിയാലോ, പലപ്പോഴും നമ്മളോട് സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ബാങ്കിലോ ഒക്കെ അല്ലേ നമ്മൾ എടുത്ത്, അല്ലെങ്കിൽ ഒരു ടിഫിൻ ബോക്സിന്റെ അടപ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കോയിനൊക്കെ വെച്ചല്ലേ നമ്മൾ സാധാരണ സർക്കിൾ വരയ്ക്കുക. അല്ലാണ്ട് എപ്പോഴും നമ്മൾ കോമ്പസും കൊണ്ടാണോ നടക്കുക? അല്ല അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു അടപ്പ് വെച്ചിട്ടാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സർക്കിളിന്റെ സെന്റർ എങ്ങനെ കണ്ടുപിടിക്കും? ഞാനൊരു ബാങ്കിൽ വെച്ചൊരു സർക്കിൾ വരച്ചെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു കോയിൻ വെച്ച് സർക്കിൾ വരച്ചു.
അപ്പം മിസ് പറയാണ് മാർക്ക് ദ സെന്റർ ആസ് സി. അയ്യോടാ പണി പാളി, സെന്റർ ഇവിടുന്ന വരാ. നമ്മളിപ്പോൾ സാധാരണ ചെയ്യണ എന്താ പരിപാടി? സ്കെയിൽ എടുക്കും, വളരെ വിദഗ്ധമായിട്ട് നമ്മളിങ്ങനെ വെച്ച് നീക്കി 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 ഡയമീറ്റർ കണ്ടെത്താൻ ശ്രമിക്കും അല്ലേ? ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് സെന്റർ കണ്ടെത്താൻ പറ്റൂന്നേ. എങ്ങനെയാണെന്നറിയോ? കോഡിന്റെ സഹായത്തോടുകൂടി. കോഡ് എങ്ങനെ ഈ സെന്റർ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കണേ? അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യം കേട്ടോ. ഈ കോഡും സെന്ററുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. എന്തിട്ടാ ബന്ധം? അതാണ് നമ്മൾ ആദ്യം നോക്കണേ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഒരു കോഡ് വരയ്ക്കാം. ഒരു കോഡല്ല, 2 കോഡ് നമ്മൾ വരയ്ക്കാൻ പോകണം. ആർക്ക്? നമ്മുടെ ഈ സർക്കിളിന്. ഓക്കെ, ഇഷ്ടമുള്ള ലെങ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് കോഡ് വരയ്ക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കോമ്പസും കൂടി ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോമ്പസ് ഇല്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ കോഡ് വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കൃത്യം മിഡ് പോയിന്റ് കാണാൻ പറ്റുന്ന രീതിയിൽ 2 ലൈനുകൾ വരയ്ക്കാം. അതായത് ഒന്നെങ്കിൽ 10 സെന്റിമീറ്ററിനോ 8 സെന്റിമീറ്റർ, അതിനൊക്കെ ആണെങ്കിൽ കൃത്യം നമുക്ക് 4, 5 എന്നൊക്കെ പറയാലോ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ലെങ്ത് നോക്കി വരയ്ക്കാം. അപ്പൊ ഞാൻ 10 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാണ് കേട്ടോ. 10 സെന്റിമീറ്റർ ലെങ്ത് എടുത്ത് വരച്ചു. അതേപോലെ വേറെ 2 കോഡ് വരയ്ക്കാം. ഒന്നെങ്കിൽ ഇതിന്റെ അടുത്ത് തന്നെ വരയ്ക്കാം കേട്ടോ, ദൂരെ വരയ്ക്കണമെന്നൊന്നുമില്ല. അതെ, ഇതിന്റെ അടുത്ത് തന്നെ നമ്മളിപ്പോ 9 സെന്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനി അതും 10 സെന്റിമീറ്റർ എടുത്ത് വരച്ചു എന്നോർത്തും കുഴപ്പമില്ല, ഏത് ലെങ്ത്തിൽ വേണമെങ്കിലും വരയ്ക്കാം. 9 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഹാഫ് എത്രയാ? 4.5. 10ന്റെ ആണെങ്കിൽ അതിന്റെ ഹാഫ് എത്രയാ? ഹാഫ് മിഡ് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്താണ്. 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, ഈ 2 കോഡും നമ്മൾ വരച്ചു. ആ കോഡിന്റെ 2ന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ മിഡ് പോയിന്റിൽ നിന്ന് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കാം. 90 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കാൻ നമുക്ക് ആരെ വിളിക്കാം? സെറ്റ് സ്ക്വയറിനെ വിളിക്കാം. അതല്ലെങ്കിൽ സ്കെയിൽ വെച്ച് തന്നെ ശ്രദ്ധിച്ച് വരച്ചാൽ മതി 90 ഡിഗ്രി ലൈൻ. ഇനി ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ സെറ്റ് സ്ക്വയർ ഒക്കെ ഉള്ള സ്ഥിതിക്ക് അതൊക്കെ വെച്ചിട്ട് 90 ഡിഗ്രി ലൈൻ വരച്ചു. ഇതിനും അതുപോലെ വരച്ചു. ഈ വശത്തൊന്നും വരച്ചു 90 ഡിഗ്രി ലൈൻ. ഇങ്ങനെ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ഈ പറയണ പോലെ ഇവരേതോ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. ആര്? നമ്മൾ ആദ്യം വരച്ചെന്തായിരുന്നു? കോഡ്. 2 കോഡ് വരച്ചു അല്ലേ? 2 കോഡിന്റെയും ഇപ്പൊ നമ്മൾ വരച്ച ഈ സാധനത്തിന്റെ പേരെന്താ? കൃത്യം മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 90 ഡിഗ്രി ലൈൻ വരയ്ക്കുന്നതിന്റെ പേരെന്താ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ബൈസെക്ടർ എന്ന് വെച്ചാൽ 2ആയിട്ട് കട്ട് ചെയ്യണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിൽ 2ആയിട്ട് കട്ട് ചെയ്യണത്. അങ്ങനെ 2ആയിട്ട് കൃത്യമായിട്ട് കട്ട് ചെയ്യുന്ന ഏതൊരു ലൈനും കോഡിനെ സംബന്ധിച്ച് കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറുകളെല്ലാം ഏതോ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റ് ഏതാണെന്നറിയോ? മിഡ് പോയിന്റ് ഓഫ് ദ സർക്കിൾ. ഏതൊരു കോഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ സർക്കിളിന്റെ സെന്ററിൽ കൂടി കടന്നു പോകും എന്നൊരു നിയമമുണ്ട്. അങ്ങനെയാണ് എല്ലാ കോഡുകളുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എന്താണ് പ്രത്യേകത? The perpendicular bisector of any chord passes through the center. Perpendicular bisector of any chord passes through the center. അപ്പോൾ സെന്ററിൽ കൂടി കടന്നു പോകുമെങ്കിൽ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടർ, 2 കോഡും അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചപ്പോൾ അവർ കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് ഇപ്പൊ എന്ത്? സെന്റർ. അപ്പൊ മക്കള് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് നിങ്ങളൊന്ന് വരച്ചു നോക്കിയേ. നിങ്ങൾക്ക് ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിന്റെ റേഡിയസ് അല്ലേ കിട്ടണേ നോക്കി നോക്കിയേ. അപ്പോൾ സർക്കിളിന്റെ സെന്റർ നമുക്ക് അറിയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് എന്ത്? 2 കോഡ് വരയ്ക്കുക. ആ 2 കോഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. The perpendicular bisector will meet at some point and that point will be the midpoint of the circle. Okay, center of the circle. കിട്ടിയല്ലോ അല്ലേ? അപ്പൊ നമ്മൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാൻ നോക്കി. രണ്ടാമത്തെ കാര്യം എന്താണ്? സർക്കിളിന്റെ അകത്ത് എങ്ങനെ നമുക്കൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കണം. 2 മെത്തേഡ് ഉണ്ട് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി 2 മെത്തേഡ് ഉണ്ട്. നമ്മൾ 2 മെത്തേഡ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, മെത്തേഡ് 1. ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മളൊരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ സർക്കിളിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു സെന്റർ മാർക്ക് ചെയ്ത് വെക്കാം. ഈ സെന്റർ വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കാൻ പോവാം.
സർക്കിൾ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യണു? സെന്റർ പ്ലോട്ട് ചെയ്യാം. ഈ സെന്ററിൽ നിന്ന് ഒരു റേഡിയസ് വരയ്ക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ വരയ്ക്കാം. ആദ്യത്തെ റേഡിയസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു റേഡിയസ് വരച്ചു എന്ന് വിചാരിക്കേ. ഇവിടേക്ക് ഒരു റേഡിയസ് വരച്ചു. സർക്കിളിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണേന്നാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം സർക്കിൾ വരച്ചു, അതിന് ഒരു റേഡിയസ് വരച്ചു. ഈ റേഡിയസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 120 ഡിഗ്രി. നമുക്കറിയാം പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏതൊരു പോയിന്റിന് ചുറ്റും എത്രയാണ് ആംഗിൾ മെഷർ? ടോട്ടല് 360 ഡിഗ്രി ആണ് അല്ലേ? ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിൾ മെഷർ 360 ഡിഗ്രിയാണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യം 3 വശവും ഈക്വൽ. അപ്പൊ നമ്മൾ ഇതിനെ കൃത്യം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഏതിനെ? ഈ 360നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 120 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ നടുവിൽ ഈ സെന്ററിൽ നിന്നുണ്ടല്ലോ, ഇനി 120 ഡിഗ്രി വെച്ചിട്ട് 3 കഷ്ണം പ്ലോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു റേഡിയസ് വരച്ചു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷന് വരയ്ക്കാം. പക്ഷെ ഇനിയുള്ള ലൈനുകളൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാൻ പറ്റില്ല. എങ്ങനെ വരയ്ക്കണം? 120 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ച് അളന്ന് വരയ്ക്കണം. അപ്പൊ നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക, ഈ പോയിന്റ് സെന്ററിൽ വെക്കുക, ഈ ലൈനിലായിട്ട് വെക്കാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? 120 ഡിഗ്രി ഇവിടെ പ്ലോട്ട് ചെയ്യും. ഫസ്റ്റ് 120 ഡിഗ്രി പ്ലോട്ട് ചെയ്തു. പ്ലോട്ട് ചെയ്ത ശേഷം നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നു. ആ 120 ഡിഗ്രിയിലൂടെ നമ്മൾ ലൈൻ വരയ്ക്കുന്നു. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ലൈൻ റെഡിയായി കേട്ടോ. ആദ്യത്തെ ലൈൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ റേഡിയസ് എടുത്തിട്ട് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് റേഡിയസ് എടുത്ത് വരച്ചു. ഇത് നമ്മുടെ സെക്കൻഡ് ലൈൻ. ഇനി അടുത്ത ലൈൻ വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? വീണ്ടും നമ്മുടെ പ്രൊട്രാക്ടർ ഇതേൽ വെക്കാം. നമ്മളിപ്പോ വരച്ചതേൽ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സെന്ററിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് വീണ്ടും നമ്മൾ 120 ഡിഗ്രി പ്ലോട്ട് ചെയ്യും. കണ്ടോ? വീണ്ടും 120 ഡിഗ്രി പ്ലോട്ട് ചെയ്തു. അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ഈ 120 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കും. അപ്പൊ നമുക്കിപ്പോ 3 ലൈനുകൾ കിട്ടിയില്ലേ? ആദ്യത്തെ നമ്മൾ ഇഷ്ടമുള്ള റേഡിയസ്, ഇഷ്ടമുള്ള ഡയറക്ഷനിൽ റേഡിയസ് വരച്ചു. നമ്മുടെ സർക്കിൾ ഫിക്സ്ഡ് ആണ്, അപ്പൊ റേഡിയസും ഫിക്സ്ഡ് ആണ്. ഡയറക്ഷൻ മാത്രം നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അത് വരച്ചു. പിന്നെ ഉള്ളത് രണ്ടും എന്താണ്? ഈ 3 പേരും തമ്മിലുള്ള ആംഗിൾ മെഷർ എത്രയാ? 120. ഇവര് തമ്മിലുള്ള ആംഗിൾ മെഷർ എത്രയാ? 120. ഇവര് തമ്മിൽ എത്രയാ? 120. അപ്പൊ 3 പേരും തമ്മിൽ 120. അപ്പോഴല്ലേ ടോട്ടൽ 360 വരാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതെ, 3 പേരെയും ഈ 3 ലൈൻസും തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. കണ്ടോ? ഇതും ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. ഇതാണ് നമ്മുടെ ABC. Therefore, triangle ABC is the required equilateral triangle. ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി ഇത് മെത്തേഡ് 1. നമ്മൾ 120 ഡിഗ്രി എടുത്ത് ആംഗിൾ പ്ലോട്ട് ചെയ്ത് വരച്ച രീതി. ഇനി ഇതല്ലാതെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഒരു രീതിയിലും കൂടി നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ആംഗിൾ ഒന്നും എടുക്കണ്ട കേട്ടോ. ആംഗിൾ ഇപ്പം നമ്മൾ ആംഗിൾ മെഷർ ഒക്കെ ചെയ്തില്ലേ, അങ്ങനെയല്ലാതെ എങ്ങനെയാണ് നമുക്കൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റാന്ന് നോക്കാം. പിന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണോ? ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിന്റെ സെന്റർ പ്ലോട്ട് ചെയ്യണം. സർക്കിളിന്റെ സെന്റർ ഉണ്ടല്ലോ, ആ സെന്ററിൽ നിന്ന് ഒരു റേഡിയസ് വരയ്ക്കാം. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. മിസ് ഇപ്പൊ താഴേക്ക് വരയ്ക്കണമെന്നേ ഉള്ളൂ. ഈ റേഡിയസ് വരയ്ക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്യുക. കറക്റ്റ് മെഷർമെന്റ് ആണെങ്കിൽ റേഡിയസിന്റെ മിഡ് പോയിന്റും കൂടി നിങ്ങൾ അടയാളപ്പെടുത്തുക. റേഡിയസിന്റെ മിഡ് പോയിന്റ് ഇപ്പൊ ഇവിടെ ഇത് 11 സെന്റിമീറ്റർ എന്നാണ്, അതുകൊണ്ട് 5.5 ഞാൻ അടയാളപ്പെടുത്താണ്. 5.5. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഈ റേഡിയസിനെ നമ്മൾ കൃത്യം ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാൻ പോവാം. അതായത് ഈ റേഡിയസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വേണം.
അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇത് മെഷർ ചെയ്ത് പകുതി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യില്ലേ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ വെച്ചിട്ട് കൃത്യം 90 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കണം. കൃത്യം 90 ഡിഗ്രിയിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ സെറ്റ് സ്ക്വയറും ഇതും കൂടി വേണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. കൃത്യം 90 ഡിഗ്രി ലൈൻ വരച്ചോ. അതിനുശേഷം ഇപ്പൊ ഈ കിട്ടിയ ലൈനിലെ ഈ ലൈനിനെ നമ്മുടെ റേഡിയസ് ഉണ്ടല്ലോ നമ്മൾ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. ഓക്കെ, ഈ റേഡിയസ് തന്നെ നമ്മൾ ഇനി മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. നമുക്കതാ അറ്റം ഏതാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കിട്ടുന്ന അറ്റം ഉണ്ടല്ലോ അത് നമ്മൾ യോജിപ്പിക്കുക. ആ എൻ പോയിന്റും നമ്മുടെ ഈ പോയിന്റും നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ വരച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഇതിനെ PQR എന്ന് വിളിച്ചു. PQR, this will be a equilateral triangle. PQR, triangle PQR is an equilateral triangle എന്ന് പറയും. എന്താ ചെയ്തത്? ആദ്യം ഒരു റേഡിയസ് വരച്ചു, ആ റേഡിയസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു PQ എന്നുള്ള കോഡ്. അതിനുശേഷം ഈ റേഡിയസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സർക്കിളിൽ മുട്ടിച്ചു. എവിടെ മുട്ടിയത്? R എന്ന് പറയുന്ന പോയിന്റിൽ മുട്ടി. അതിലേക്ക് രണ്ട് എൻ പോയിന്റിൽ നിന്നും യോജിപ്പിച്ച് വരച്ചു. അപ്പോൾ ഇത് നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിൾ എന്തായിരിക്കും? PQR എന്ന് പറയുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. മനസ്സിലായല്ലോ അല്ലേ മക്കൾക്ക്? നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ചുരുക്കി പറഞ്ഞ? കോഡിന്റെ സഹായത്തോടുകൂടി എങ്ങനെ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കാന്ന് പഠിച്ചു അല്ലേ? എന്താണ്? എല്ലാ കോഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണ്? മിഡ് പോയിന്റിൽ കൂടി സർക്കിളിന്റെ സെന്ററിൽ കൂടി കടന്നു പോകും. അപ്പൊ രണ്ട് കോഡിന്റെ എങ്കിലും മിനിമം രണ്ട് കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും? സെന്ററിൽ മീറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് സർക്കിളിന്റെ സെന്റർ കാണാം. പിന്നെ സർക്കിളിൻ്റെ അകത്ത് എങ്ങനെ നമുക്കൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം, അത് ആംഗിൾ മെഷർ വെച്ചിട്ട് വരയ്ക്കാനും അതല്ല റേഡിയസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ട് വരയ്ക്കാനും നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിൽ നിന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഉരുത്തിരിയുന്നത് എന്താ നോക്കിയേ? നമ്മുടെ റേഡിയസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ PQ എന്ന് പറഞ്ഞാൽ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു റേഡിയസിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്തായിരിക്കും? ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശമായിരിക്കും. അങ്ങനെ ഒരു റിസൾട്ടും കൂടി ഇതിൽ നിന്നുണ്ട് കേട്ടോ. ഇത്രയും മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക്, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.